ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നെറ്റ് അക്കാദമി. ഈ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് UGC നെറ്റ് പേപ്പർ 1 വരുന്ന സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ MCQ സെറ്റാണ്. സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ്റെ തിയറി പാർട്ട് ഞാൻ മുൻപൊരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അത് കാണാത്തതുണ്ടെങ്കിൽ മുകളിലുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. നെറ്റ് എക്സാമിൽ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ MCQ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയാൽ തന്നെ നെറ്റ് എക്സാമിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് ആർ ട്രൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫോൾസ്? നമുക്കിവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ്. അത് ട്രൂ ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഫോൾസ് ആയിട്ട് വരുന്നത്? 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നോ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ്, സം സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് and some students are not intelligent. സോ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുൻപായിട്ടും നമുക്ക് മുൻപേ പഠിച്ചിട്ടുള്ള അതിൻ്റെ ഡയഗ്രം ഒന്ന് റീകോൾ ചെയ്യാം. ഇതാണ് നമ്മുടെ ഡയഗ്രം. എ എന്ന് പറയുന്നത് ഓൾ, ഇ നോ, ഐ സം ആൻഡ് ഒ സം നോട്ട്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. അത് ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ഫോൾസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് കോൺട്രാഡിക്റ്ററി റിലേഷൻഷിപ്പ് നോക്കാം. കോൺട്രാഡിക്റ്ററിയിൽ പറയുന്നത് ഒരെണ്ണം ട്രൂ ആണെങ്കിൽ മറ്റേത് എന്തായാലും ഫോൾസ് ആയിരിക്കും. നമുക്ക് 2 കോൺട്രാഡിക്റ്ററി പെയറാണുള്ളത്. ഓൾ സം നോട്ട് ഒരു പെയറും നോ സം എന്ന് പറയുന്നത് നെക്സ്റ്റ് പെയറും. സോ ഇവിടെ ഓൾ ട്രൂ ആണെങ്കിൽ സം നോട്ട് എന്തായാലും ഫോൾസ് ആയിരിക്കും. സോ നമുക്ക് ഓപ്ഷൻസിൽ നോക്കാം. സം നോട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്ന് നോക്കാം. സോ ഓപ്ഷൻ 3 സം സ്റ്റുഡൻസ് ആർ നോട്ട് ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ ഫോൾസ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ ഇനി മറ്റേതെങ്കിലും സെൻറ്റൻസ് കൂടെ ഫോൾസ് ആയിട്ട് വരുമെന്ന് നോക്കാം. ഇനി നോക്കേണ്ടത് കോൺട്രറി റിലേഷൻഷിപ്പ് ആണ്. കോൺട്രറിയിൽ നമ്മൾ പഠിച്ചത് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻസിന് ഒരുമിച്ച് ഫോൾസ് ആകാം ബട്ട് ട്രൂ ആകാൻ പറ്റില്ല. ഇവിടെ ഓൾ നോ എന്ന് പറയുന്നതാണ് നമ്മുടെ കോൺട്രറി പെയർ. സോ ഓൾ ട്രൂ ആണെങ്കിൽ നോ എന്തായാലും ഫോൾസ് ആയിരിക്കണം. 2നും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റാത്തത് കൊണ്ടാണത്. സോ ഇനി നമുക്ക് ഓപ്ഷൻസിൽ നോക്കാം. നോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ 1 നോ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ്. സോ ഇവിടെ ഈ 2 സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഫോൾസ് ആയിട്ട് വരുന്നത്, 1 and 3. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 1 and 3. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 2 പ്രപ്പോസിഷൻസ് ഹാവിംഗ് സെയിം സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് ടേംസ് ക്യാൻ ബോത്ത് ബി ട്രൂ but cannot both be false. The relationship between these 2 prepositions is known as. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 2 പ്രപ്പോസിഷൻസിന് ഒരുമിച്ച് ട്രൂ ആകാൻ ബട്ട് ഫോൾസ് ആകാൻ പറ്റില്ല. ആ റിലേഷൻഷിപ്പിനെ നമ്മൾ എന്താണ് പറയുന്നത്? സോ നമ്മുടെ ഡയഗ്രത്തിൽ ഇതാണ് നമ്മുടെ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ്റെ ഡയഗ്രം. ഇതിൽ ഏറ്റവും താഴെ വരുന്ന സബ് കോൺട്രറി റിലേഷൻഷിപ്പിലാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. 2നും ഒരുമിച്ച് ട്രൂ ആകാം ബട്ട് ഫോൾസ് ആകാൻ പറ്റില്ല. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സബ് കോൺട്രറി, ഓപ്ഷൻ ഡി സബ് കോൺട്രറി റിലേഷൻഷിപ്പ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ പ്രപ്പോസിഷൻ ഡൊമസ്റ്റിക് ആനിമൽസ് ആർ ഹാർഡ്ലി ഫെറോസിയസ് is taken to be false, which of the following preposition or prepositions can be claimed to be certainly true? Select the correct code. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഡൊമസ്റ്റിക് ആനിമൽസ് ആർ ഹാർഡ്ലി ഫെറോസിയസ് എന്നാണ്. ഇത് ഫോൾസ് ആണെങ്കിൽ മറ്റേതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആയിട്ട് വരുന്നത്? ഇവിടെ നമുക്കൊരു പ്രോബ്ലം വരുന്നത് ആ സെന്റൻസിലാണ്. നമുക്കറിയാവുന്ന ഓൾ, നോ, സം നോട്ട് ഒന്നും ഈ ഒരു സെന്റൻസിൽ കാണാനില്ല. സോ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ഹാർഡ്ലി എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് കൺസെപ്റ്റ്സ് ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിൽ ഓൾ എന്ന് പറയുന്ന വേർഡിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മറ്റു വേർഡ്സ് ആണ് എനി, എവറി, ഈച്ച്, 100% എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സം എന്ന് പറയുന്ന വേർഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അറ്റ് ലീസ്റ്റ്, അറ്റ് മോസ്റ്റ്, മാക്സിമം, മിനിമം, എ ഫ്യൂ, എ ലോട്ട് ഓഫ്, മെനി. ഇനി സം നോട്ടിനെ ഹാർഡ്ലി, റെയർലി, സെൽഡം, സ്കേഴ്സ്ലി എന്നൊക്കെ പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. സോ ഇവിടെ നമ്മുടെ ഹാർഡ്ലി എന്ന് പറയുന്നത് സം നോട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ നെക്സ്റ്റ് നോ എന്ന് പറയുന്നതിൻ്റെ മറ്റു വേർഡ്സ് ആണ് നെവർ, നൺ. ഇത്രയും കാര്യങ്ങൾ എക്സാമിന് വേണ്ടി നമുക്കൊന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സോ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് സം നോട്ട് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അത് ഫോൾസ് ആണ്. സോ ഏതൊക്കെയാണ് ട്രൂ ആവുന്നത്? നമ്മുടെ ഡയഗ്രത്തിൽ സം നോട്ട് വരുന്നത് ഇവിടെയാണ്, O.
സോ ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ട്രൂ ആകുന്നത്? സോ ആദ്യം നമുക്ക് എടുക്കാൻ പറ്റുന്നത് കോൺട്രഡിക്ടറി റിലേഷൻഷിപ്പ് ആണ്. ഇവിടെ സം നോട്ട് ഫോൾസ് ആണെങ്കിൽ ട്രൂ ആയിട്ട് വരുന്നത് ഓൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. സോ ഓപ്ഷൻസിൽ നോക്കാം. ഓപ്ഷൻ എ, ഓൾ ഡൊമസ്റ്റിക് ആനിമൽസ് ആർ ഫെറോസിയസ്. സോ അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഇനി മറ്റേതെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആവുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ഏറ്റവും താഴെ വരുന്ന സബ് കോൺട്രറി റിലേഷൻഷിപ്പിൽ പറയുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റിന് ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റും, ബട്ട് ഫോൾസ് ആകാൻ പറ്റില്ല. ഇവിടെ സം നോട്ട് ഫോൾസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ എന്തായാലും രണ്ടിനും ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സം എന്ന് പറയുന്ന ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. ഇനി നമുക്ക് ഓപ്ഷൻസിൽ എവിടെയാണ് സം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. ഓപ്ഷൻ ഡിയിൽ ഒരു സം ഉണ്ട്. സം ഡൊമസ്റ്റിക് ആനിമൽസ് ആർ നോൺ ഫെറോസിയസ് എന്നാണ് അവിടെ തന്നിരിക്കുന്നത്. അവിടെ പ്രെഡിക്കേറ്റിൽ ഡിഫറൻസ് വന്നു. സോ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തായാലും സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി വരുന്നത് ഇവിടെയാണ് നമ്മൾ നേരത്തെ പഠിച്ച കോൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടത്. സമ്മിനെ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു വേർഡാണ് മോസ്റ്റ്. സോ മോസ്റ്റ് ഓഫ് ദ ഡൊമസ്റ്റിക് ആനിമൽസ് ആർ ഫെറോസിയസ് എന്ന് പറയുന്നതും ട്രൂ ആയിരിക്കും. സോ ഇവിടെ ഓപ്ഷൻസ് വരുന്നത് എ ആൻഡ് ബി. ഓപ്ഷൻ 1, എ ആൻഡ് ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next question. Given below are 4 statements. Among them, 2 are related in such a way that they can both be true but they cannot both be false. Select the code that indicates those 2 statements. ഇവിടെ പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതിനാണ് അല്ലെങ്കിൽ ഏത് പെയറാണ് രണ്ടിനും ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റും ബട്ട് ഫോൾസ് ആകാൻ പറ്റില്ല എന്ന റിലേഷൻഷിപ്പിൽ വരുന്നത്. നമുക്ക് ഡയഗ്രാം ക്വിക്ക്ലി റീകോൾ ചെയ്യാം. ഇവിടെ ഏറ്റവും താഴെ വരുന്ന റിലേഷൻഷിപ്പ്, അതായത് സബ് കോൺട്രറിയിലാണ് ഈ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. രണ്ടിനും ഒരുമിച്ച് ട്രൂ ആകാം ബട്ട് ഫോൾസ് ആകാൻ പറ്റില്ല. സോ നമ്മുടെ സബ് കോൺട്രറി പെയർ എന്ന് പറയുന്നത് സമ്മും സം നോട്ടും ആണ്. ഇനി ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് സം ആൻഡ് സം നോട്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നോക്കാം. ഇവിടെ ഓൾമോസ്റ്റ് എന്ന് പറയുന്നതാണ് സം സ്റ്റേറ്റ്മെന്റ്. ദെൻ ഹാർഡ്ലി എന്ന് പറയുന്നതാണ് സം നോട്ട് സ്റ്റേറ്റ്മെന്റ്. സോ ഓൾമോസ്റ്റ് ഓൾ ഓണസ്റ്റ് പീപ്പിൾ ഡു സഫർ എന്ന് പറയുന്നതും ഓണസ്റ്റ് പീപ്പിൾ ഹാർഡ്ലി സഫർ എന്ന് പറയുന്നതുമായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ, അതായത് സബ് കോൺട്രറി പെയർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എമംഗ് ദ ഫോളോയിങ് പ്രൊപ്പോസിഷൻസ് 2 are related in such a way that they cannot both be true but can both be false. Select the code that states those 2 propositions. ഇവിടെ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. രണ്ടിനും ഒരുമിച്ച് ഫോൾസ് ആകാം ബട്ട് ട്രൂ ആകാൻ പറ്റില്ല. അങ്ങനത്തെ കേസ് ഏതാണ്? നമ്മുടെ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ഡയഗ്രത്തിൽ ഏറ്റവും മുകളിൽ വരുന്ന റിലേഷൻഷിപ്പ് ആണ് ഇങ്ങനെ വരുന്നത്, അതായത് കോൺട്രറി റിലേഷൻഷിപ്പ്. രണ്ടിനും ഒരുമിച്ച് ഫോൾസ് ആകാം ബട്ട് ട്രൂ ആകാൻ പറ്റില്ല. സോ ഈ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഓൾ നോ പെയറിൻ്റെ ഇടയ്ക്കാണ്. ഇനി നമ്മുടെ ഓപ്ഷൻസിൽ എവിടെയൊക്കെയാണ് ഓൾ നോ പെയർ എന്ന് വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഓളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മറ്റൊരു വേർഡ് എവരി എന്നതാണ്. സോ എവരി സ്റ്റുഡൻറ് ഇസ് അറ്റൻറ്റീവ് എന്ന് പറയുന്നതും, ഇനി അടുത്തത് നോ എന്ന് പറയുന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മറ്റൊരു വേർഡ് നെവർ എന്നതാണ്. സോ സ്റ്റുഡൻസ് ആർ നെവർ അറ്റൻറ്റീവ് എന്ന് പറയുന്നതുമായിരിക്കും കോൺട്രറി പെയർ ആയിട്ട് വരുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻസ് എ ആൻഡ് സി. ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 2 prepositions having the same subject and predicate terms can both be false but cannot both be true, the relationship between those 2 prepositions is called. ഇതുവരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിൽ ഇതിൻ്റെ ആൻസർ ഉണ്ട്. രണ്ടിനും ഒരുമിച്ച് ഫോൾസ് ആകാം ബട്ട് ട്രൂ ആകാൻ പറ്റില്ല. ഏറ്റവും മുകളിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്, അതായത് കോൺട്രറി റിലേഷൻഷിപ്പ്. സോ നമ്മുടെ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കോൺട്രറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രപ്പോസിഷൻ ദ പ്രപ്പോസിഷൻ വൈസ് മെൻ ആർ ഹാർഡ്ലി അഫ്രൈഡ് ഓഫ് ഡെത്ത് ഇസ് കോൺട്രഡിക്റ്റഡ്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, വൈസ് മെൻ ആർ ഹാർഡ്ലി അഫ്രൈഡ് ഓഫ് ഡെത്ത്. ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് കോൺട്രഡിക്ഷൻ വരുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സോ ഇവിടെ ഹാർഡ്ലി എന്ന് പറയുന്നത് സം നോട്ടിനെയാണ്. സോ നമ്മുടെ ഡയഗ്രത്തിൽ സം നോട്ട് വരുന്നത് ഇവിടെയാണ് ഓ. സം നോട്ടിൻ്റെ കോൺട്രഡിക്റ്ററി പെയർ ആയിട്ട് വരുന്നത് ഓൾ ആണ്. ഇനി ഓപ്ഷൻസിലേക്ക് നോക്കാം. ഓൾ വരുന്ന സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി ആണ്, ഓൾ വൈസ് മെൻ ആർ അഫ്രൈഡ് ഓഫ് ഡെത്ത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് 2 are contradictory to each other. Select the correct code that represents them. നമുക്ക് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ 2 കോൺട്രഡിക്റ്ററി സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അത് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്.
നമുക്ക് രണ്ട് കോൺട്രാഡിക്ടറി പെയർ ആണുള്ളത്. ഒരെണ്ണം ഓൾ, അതുപോലെ തന്നെ സം നോട്ട്. ഇനി സം ആൻഡ് നോ. ഇനി നമുക്ക് ഓൾ ആൻഡ് സം നോട്ട് എന്ന് പറയുന്ന ആദ്യത്തെ പെയർ ഓപ്ഷൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓൾ പോയറ്റ്സ് ആർ ഫിലോസഫേഴ്സ് ആൻഡ് സം പോയറ്റ്സ് ആർ നോട്ട് ഫിലോസഫേഴ്സ്. സോ നമ്മുടെ ആൻസർ കിട്ടി എ ആൻഡ് സി. അതൊരു കോൺട്രാഡിക്ടറി പെയർ ആണ്. ഇനി അടുത്ത പെയർ കൂടെ നോക്കാം, നോ ആൻഡ് സം. ഇവിടെ ബിയും ഡിയും നോക്കാം. സം പോയറ്റ്സ് ആർ ഫിലോസഫേഴ്സ്, നോ ഫിലോസഫർ ഇസ് എ പോയറ്റ്. ഇവിടെ സം ആൻഡ് നോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ബട്ട് അതിൽ നോട്ട് ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പോയറ്റ് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. ബട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഫിലോസഫർ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രെഡിക്കേറ്റിലും വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും രണ്ട് സ്റ്റേറ്റ്മെന്റിലും സെയിം ആയിരിക്കണം എന്നതാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ബി ആൻഡ് ഡി ചൂസ് ചെയ്യാൻ പറ്റാത്തത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 എ ആൻഡ് സി. ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ രണ്ട് പാർട്ടും മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് സ്ക്വയർ ഓഫ് ഒപ്പോസിഷനെ ബേസ് ചെയ്ത് നെറ്റ് എക്സാമിൽ വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക്